നമ്മളിപ്പം ഇപ്പോൾ ഉള്ളത് ശിവപ്രസാദം UP സ്കൂളിലെ കുട്ടികളാണ്. നമുക്ക് അതിൽ എടുത്തു പറയാവുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ശിവതേജ് എന്നൊരു മിടുക്കനായ ഒരു കുട്ടിയുണ്ട്. പങ്കെടുത്ത എല്ലാ മത്സരങ്ങളിലും നല്ലൊരു വിജയം കൈവരിച്ചിരിക്കുകയാണ്. കുട്ടികളോട് തന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം, ഏത് മത്സരങ്ങളിലൊക്കെയാണ് വിജയിച്ചിരിക്കുന്നത് എന്ന്. ഏതൊക്കെ മത്സരങ്ങളിലാണ് ഇപ്പോൾ വിജയിച്ചിട്ടുള്ളത്? സംസ്കൃതം പദ്യത്തിലും ഗാനാലാപനത്തിലും ഫസ്റ്റ് എ ഗ്രേഡായിട്ട് ജില്ലയിലേക്ക് പോകാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നെ ഉറുദു പദ്യത്തിൽ 3rd എ ഗ്രേഡ് ഉണ്ടായിരുന്നു. പിന്നെ ശാസ്ത്രീയ സംഗീതത്തിൽ 2nd എ ഗ്രേഡ് ഉണ്ടായിരുന്നു. പിന്നെ കുറേ ഗ്രൂപ്പ് മത്സരങ്ങളുണ്ടായിരുന്നു. ഗ്രൂപ്പ് ഇനങ്ങൾ ദേശഭക്തിഗാനം, സംഘഗാനം, സംസ്കൃത സംഘഗാനം, വന്ദേ മാതരം, എല്ലാത്തിലും എ ഗ്രേഡോടെ വിജയിച്ചു. ഇപ്പൊ എന്ത് തോന്നുന്നു? ഭയങ്കര സന്തോഷമായിരിക്കല്ലോ. എല്ലാവരും എന്ത് പറയുന്നു? എല്ലാവരും നല്ലത്. അച്ഛനാണല്ലേ? എങ്ങനെ തോന്നുന്നു ഇപ്പൊ കുട്ടിയുടെ? വളരെ സന്തോഷമുണ്ട്. സ്കൂളിന്റെ ടീച്ചർമാരെ പ്രവർത്തനത്തിലും അമ്മയാണ് കൂടുതൽ പഠിപ്പിക്കല്, ഇങ്ങനെ എല്ലാ പാട്ടും. അപ്പോൾ അമ്മേൻ്റെ ശിക്ഷണത്തിലാണ് പാട്ട് പഠിക്കുന്നത്. പിന്നെ സ്കൂളിലെ ടീച്ചർമാരെ ഫുൾ സപ്പോർട്ട് ഇവരുണ്ടേനും. അതുകൊണ്ട് എല്ലാത്തിലും മുൻപന്തിലെത്തി. അമ്മ പാട്ട് പാടുന്നതാണോ? ആണോ? നമുക്ക് വേണ്ടിട്ട് രണ്ടുപേരും പാടുമോ? പാട്ട് പഠിക്കുന്നത് പിണറായി പ്രണവപ്രിയ പ്രതിഭ മാഷ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. കുട്ടി ഒരു പാട്ട് വേണ്ടി നമുക്ക് വേണ്ടി പാടൂലേ? ഇന്ദു പുഷ്പം ചൂടി നിൽക്കും രാത്രി, ചന്ദനപ്പൂം പുടവ ചാർത്തിയ രാത്രി. ഇന്ദു പുഷ്പം ചൂടി നിൽക്കും രാത്രി, ചന്ദനപ്പൂം പുടവ ചാർത്തിയ രാത്രി. കഞ്ചബാണ ദൂതിയായി നിന്നരികിലെത്തി, ചഞ്ചലേ നിൻ വിഭജിക തൊട്ടുണർത്തി. നന്നായിട്ടുണ്ട്, നല്ലൊരു ഭാവിയുണ്ട്. ടീച്ചർ, എന്തൊക്കെയാണ് നിങ്ങളുടെ ഈ ഒരു കുട്ടിയുടെ? ഓക്കെ, നിങ്ങളൊക്കെ ഏത് മത്സരത്തിലാണ് പങ്കെടുത്തത്? എല്ലാ മത്സരം എങ്ങനെയുണ്ട്? മത്സരം കഴിഞ്ഞു, ഭയങ്കര സന്തോഷായി. റിസൾട്ടിലൊക്കെ വന്നോ? എന്തായിരുന്നു? എ ഗ്രേഡ് കിട്ടും. അപ്പം ഭയങ്കര സന്തോഷത്തിലാണ് ഇവിടുന്ന് തിരിച്ചു പോകുന്നത് അല്ലെ? ഇനിയിപ്പോ നാളെ പോയി കഴിഞ്ഞാൽ സ്കൂളിലെത്തിയിട്ട് ആ ഒരു സന്തോഷം കുട്ടികളിലേക്ക് പങ്കുവെക്കുമ്പോ അല്ലേ, ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് അല്ലേ? ഓക്കെ ടീച്ചർ, എങ്ങനെയുണ്ട് കുട്ടിയുടെ ഈ ഒരു വിജയത്തെ പറ്റി എന്താണ് പറയാനുള്ളത്? ഞങ്ങൾക്ക് ഏറെ സന്തോഷകരമായ ഒരു ദിവസമാണ് ഇന്ന്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യക്തിഗത ഇനങ്ങളിൽ നമ്മുടെ നവതേജ് ഏറെ മുന്നോട്ട് പോയിരിക്കുകയാണ്. 2 ഇനങ്ങളിൽ 1ാം സ്ഥാനം എ ഗ്രേഡ് കരസ്ഥമാക്കിയിട്ടുണ്ട്. ശാസ്ത്രീയ സംഗീതത്തിൽ 2ാം സ്ഥാനം ലഭിച്ചിട്ടുണ്ട്. പിന്നെ മാത്രമല്ല അറബിക് കലാമേളയിൽ 1ാം സ്ഥാനം, സബ് ജില്ലയിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി. കൂടാതെ LP വിഭാഗത്തിൽ 3ാം സ്ഥാനവും നേടിയിട്ടുണ്ട്. മെച്ചപ്പെട്ട പ്രകടനമാണ് കുട്ടികൾ കാഴ്ചവെച്ചിട്ടുള്ളത്. അവരുടെ പ്രയത്നവും അധ്യാപകരുടെ പ്രോത്സാഹനവും ഒത്തുചേർന്നപ്പോൾ നമ്മുടെ സ്കൂളിന് നല്ലൊരു വിജയം കൈവരിക്കാൻ കഴിയും. ഏറെ സന്തോഷമുണ്ട്. എന്തൊക്കെ പരിപാടികളിലായിരുന്നു ഉണ്ടായിരുന്നത്? ബാക്കിയുള്ള ഒരുപാട് പരിപാടികൾ കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട്. മിക്കവാറും പരിപാടികളിൽ നമുക്ക് എ ഗ്രേഡ് ലഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സംസ്കൃതം ജനറൽ വിഭാഗങ്ങളിൽ കഥാകഥനം 3rd ലഭിച്ചിട്ടുണ്ട്. ലളിതഗാനം, പ്രസംഗം, പദ്യം ചൊല്ലൽ, അങ്ങനെ ഒട്ടേറെ ഇനങ്ങളിൽ കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട്. എല്ലാറ്റിലും മികച്ച വിജയമാണ് കുട്ടികൾക്ക് ലഭിച്ചിട്ടുള്ളത്. ടീച്ചർ, അപ്പോ നമ്മൾ മത്സരിക്കുന്നതിൽ മത്സരിക്കുക എന്ന് പറയുന്നത് തന്നെ, ഒരു ഉപജില്ലാ കലോത്സവത്തിൽ മത്സരിക്കുക എന്ന് പറയുന്നത് തന്നെ ഓരോ കുട്ടികളുടെയും വളരെ സന്തോഷമേറിയ ഒരു കാര്യമാണ്. അതിൽ മത്സരിച്ച എല്ലാ ഇനത്തിലും നല്ലൊരു വിജയം കൈവരിക്കുക എന്നത് പറയുമ്പോൾ അത് മറ്റൊരു സന്തോഷമായിരിക്കും.